ഭാരതത്തിലെ വലതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും മുന്നാക്ക പാർട്ടികളും പിന്നാക്ക പാർട്ടികളും വിപ്ലവ കക്ഷികളും ബൂർഷ്വാ പിന്തിരിപ്പൻ കക്ഷികളും കണക്കുകൂട്ടലിന്റെ തിരക്കിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോറ്റമ്പിയത്? തോറ്റതിനുള്ള നൂറ് ന്യായീകരണങ്ങൾ ഓരോരുത്തരും കണ്ടെത്തുന്നുമുണ്ട്. വർഗീയ പ്രീണനം, ന്യൂനപക്ഷ ധ്രുവീകരണം, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം, അറബിക്കടലിലെ കോളിളക്കം, അങ്ങനെ പല കാരണങ്ങളാണ് തോൽവിക്കു പിന്നിലെന്ന് AC-യിലിരുന്ന് ഏമ്പക്കമിടുന്ന പലരും കണ്ടെത്തുന്നു. സ്ഥാനാർത്ഥി കുറെ കൂടി ഫേഷ്യൽ ചെയ്ത് സുന്ദര കുട്ടപ്പനായിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നുവെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരൊക്കെ പരമയോഗ്യന്മാർ, തോൽപ്പിച്ച വോട്ടർമാരാണ് കുഴപ്പക്കാർ. രണ്ടു കാലും മന്താണ്. മണ്ണിൽ പൂഴ്ത്തിവെച്ച് മറ്റുള്ളവരെ മന്ദ എന്നു തന്നെ വിളി. സ്വന്തം കുഴപ്പം കണ്ടുപിടിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയ കോൺഗ്രസിനെ നോക്കുക. വിമർശനങ്ങളെ വേണ്ടവിധം പ്രതിരോധിക്കാൻ കഴിയാതിരുന്നതാണ് തോൽവിക്കു കാരണമെന്ന് ഹൈക്കമാൻഡ്. ഇത്രമാത്രം എണ്ണം കുറഞ്ഞുപോയതിന്റെ കാരണം ഇടതുപക്ഷത്തിനും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. മായാവതി എല്ലാ പാർട്ടി ഭാരവാഹികളെയും മാറ്റിപ്രതിഷ്ഠിച്ചു. അവരാണ് കുഴപ്പം, താനല്ല. വീട്ടിലെ കട്ട്ള മാറ്റിവെച്ചാൽ കഷ്ടകാലം മാറുമെന്ന് ഉപദേശിക്കുന്നവരെ പോലെ. അതിനാൽ പല സംസ്ഥാനങ്ങളിലും ഇളക്കി പ്രതിഷ്ഠ തുടരുകയാണ്. കഷ്ടകാലം മാറ്റാൻ ജയിച്ച പാർട്ടിക്കാരും വിജയകാരണം തിരയുകയാണത്രേ. ഒട്ടും പ്രതീക്ഷിക്കാത്തവർ ജയിച്ചാലത്തെ സ്ഥിതി എന്താണ്? ഭൂരിപക്ഷം കിട്ടുമെന്നല്ലാതെ മൃഗീയ ഭൂരിപക്ഷം കിട്ടുമെന്ന് BJP പോലും ചിന്തിച്ചതല്ല. അമ്പമ്പോ, ഇത്രമാത്രം സീറ്റ് എങ്ങനെ കിട്ടിയെന്നാണ് അവരുടെ ചിന്ത. ആരാണ് പ്രതിപക്ഷമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാം എന്ന തരത്തിലുള്ള വിജയം BJPയെ ഞെട്ടിച്ചിരിക്കുകയാണത്രേ. ചാലക്കുടിയിൽ ചാക്കോ തോറ്റത് സ്ഥാനാർത്ഥി ചാക്കോയായതുകൊണ്ടാണെന്ന് ഒടുവിൽ I ഗ്രൂപ്പിന് പിടികിട്ടി. ഭാഗ്യം. സുകുമാരക്കുറുപ്പിന്റെ കാലം തൊട്ടേ കേരളീയർക്ക് ചാക്കോ എന്ന പദം സുപരിചിതമാണ്. തൃശൂരിൽ കഴിഞ്ഞ തവണ ചാക്കോ ജയിച്ചത് അതുകൊണ്ടാണല്ലോ. എന്നാൽ ധനപാലൻ തൃശൂരിൽ എങ്ങനെ തോറ്റു എന്ന കാര്യത്തിൽ ഗ്രൂപ്പ് സൈദ്ധാന്തികന്മാർക്ക് ഇതുവരെ കാരണം പിടികിട്ടിയിട്ടില്ല. ചാലക്കുടിയിൽ ഇന്നസെന്റിന്റെ കാര്യം ഓർത്തിട്ട് ഇടതുമുന്നണി ചിരിയോട് ചിരിയാണ്. ജയിക്കാൻ എളുപ്പമല്ലെന്ന് കരുതിയാണ് പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളോളം കണ്ണീരും വിയർപ്പുമൊഴുക്കിയ ആരെയും സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്. തോറ്റാൽ സിനിമാക്കാരൻ തോൽക്കും, പാർട്ടി തോൽക്കില്ലല്ലോ. എന്നാലോ ഇന്നസെന്റ് ജയിച്ചു. എങ്ങനെ ജയിച്ചു എന്ന് ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ലത്രേ. ഇക്കണക്കിന് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സിനിമാ നടന്മാർക്കും നടിമാർക്കും നല്ല കോളായിരിക്കുമെന്ന് പിന്നാമ്പുറ സംസാരം. ഇന്നസെന്റ് ജയിച്ചതുകൊണ്ട് മലയാളികൾക്കൊരു നഷ്ടമുണ്ട്: ഇന്നസെന്റിന്റെ ചിരിപ്പിക്കുന്ന അഭിനയം. അത്ര തന്നെ. ഇടതുപക്ഷത്തിന് നാമമാത്രമായതിനാൽ ഇന്നസെന്റിനാണെങ്കിൽ പാർലമെന്റിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലതാനും. അതേക്കുറിച്ചുള്ള ചർച്ച ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. അനുബന്ധം: ബാറുകൾ കുറെ പൂട്ടിയതുകൊണ്ട് റോഡുകളിൽ നിൽപ്പന്മാരും ഇരിപ്പന്മാരും കിടപ്പന്മാരും കുറെ കുറഞ്ഞു. പക്ഷെ മദ്യവിൽപ്പന കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണെന്ന് കണക്ക്. ഇതെന്തു മറിമായം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മന്ത്രി ബാബു ഒരു രസകരമായ പ്രസ്താവന ഇറക്കിയത്. കേരളത്തിൽ ബാറുകൾ കുറവാണ്. തമിഴ്നാട്ടിൽ 800, മറ്റു സംസ്ഥാനങ്ങളിൽ 1000, കേരളത്തിൽ തുച്ഛം 241. കേരളം എത്ര സുന്ദരം! പക്ഷെ ബാറുകൾ കുറവാണെങ്കിലും മദ്യം ഏറ്റവും കൂടുതൽ മോന്തുന്നത് കേരളമാണെന്നും ബാബു അറിയാതെ പറഞ്ഞുപോയി. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലിയതാണെന്ന് പറഞ്ഞ പോലെ. ശുഭം.